തോട്ടം മേഖലയിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് വണ്ടിപ്പെരിയാറിലെ ഗവൺമെന്റ് യു.പി. സ്കൂൾ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മേഖലയിൽ നിന്നാണ് ഏറെ കുട്ടികളും എത്തുന്നത്. അവരെ സംബന്ധിച്ച് ആകാശയാത്ര അമ്പിളിമാമനെ കയ്യെത്തിപ്പിടിക്കുന്നതിന് തുല്യമായിരുന്നു. എന്നാൽ അസാധ്യമെന്ന് കരുതിയ കുട്ടികളുടെ ഈ ആഗ്രഹം അവരുടെ പ്രഥമാധ്യാപകൻ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ പുതുവർഷ ദിനത്തിൽ ഇതുവരെ കാറിൽ സഞ്ചരിക്കാത്ത കുട്ടികൾക്കായി സ്കൂളിൽ കാർ യാത്ര സംഘടിപ്പിച്ചിരുന്നു. അന്ന് ആ യാത്രയ്ക്ക് ശേഷം കുട്ടികൾ ആവശ്യപ്പെട്ടു വിമാനത്തിൽ കയറണമെന്ന്. എല്ലാവരുടെയും ഈ ആഗ്രഹം സഫലീകരിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പഠനത്തിലും മികവ് പുലർത്തുന്ന 10 കുട്ടികളെയാണ് യാത്രയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തത്. സ്പോൺസർമാരിൽ നിന്നും ടിക്കറ്റിനുള്ള പണം കണ്ടെത്തി. യാത്ര എന്ന് പറയുമ്പോൾ അതിന് ചിലവ് ടിക്കറ്റ് ഫെയറൊക്കെ കൂടുതലാണ്. അപ്പോൾ കുറച്ച് ഈ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ മറ്റുള്ള ആളുകളെ സമീപിച്ചു. അങ്ങനെ ഒരു 11 പേര് നമുക്ക് വിമാനയാത്രയ്ക്ക് കുട്ടികളെ സെലക്ട് ചെയ്തു. ആ 11 പേർക്ക് സ്പോൺസർ കണ്ടെത്തി. അങ്ങനെയാണ് നമ്മൾ വിമാനയാത്ര റെഡിയായത്. വെറുതെ ഒരു യാത്രയായിരുന്നില്ല കുട്ടികളുടേത്. അവർ ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായിട്ടാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പറന്നുയർന്നു. இங்கேருந்து கொச்சிக்கு போய் ஏரோப்ளேனில் கொச்சியிலேருந்து திருவனந்தபுரம் போனோம். அங்கே போய் എഡ്യൂക്കേഷണൽ മിനിസ്റ്ററെ பார்த்துட்டு அப்படியே വന്നோம். ലഹരി വിരുദ്ധ സന്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ വിമാനയാത്ര നൽകിയത്. ഞങ്ങളുടെ അധ്യാപകർ, റെസ്പെക്റ്റഡ് ഹെഡ് മാസ്റ്റർ ഞങ്ങൾക്ക് ടിക്കറ്റ് സ്പോൺസർ ചെയ്ത് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. തിരുവനന്തപുരത്തെത്തിയ കുട്ടികൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ നേരിൽ കണ്ടു. മധുരം നൽകിയാണ് മന്ത്രി കുട്ടികളെ സ്വീകരിച്ചത്. സ്കൂളിലെ മറ്റു കുട്ടികൾക്കും തങ്ങൾക്ക് ലഭിച്ച ഈ അവസരം ലഭിക്കണമെന്നാണ് യാത്രയിൽ പങ്കാളികളായ കുട്ടികളുടെ ഇപ്പോഴത്തെ ആഗ്രഹം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.